Hey all, welcome to the Pro Wrestling Analyst channel. പ്രോ റെസ്ലിംഗ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ ഡബ്ല്യു ഇവന്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡബ്ല്യു ഇവന്റ്സ് ശരിക്കും പറഞ്ഞാൽ സ്മാക്ക് ഡൗൺ നൈസ് ആയിരുന്നു. സ്മാക്ക് ഡൗൺ ത്രില്ലിംഗ് ആയിരുന്നു. റോ അത്ര പറയാനും മാത്രം പ്രത്യേകിച്ച് എനിക്ക് തോന്നിയൊന്നുമില്ല. 2-3 സെഗ്മെന്റ്സ് നല്ലതായിരുന്നു. NXT ഒരു ഹാങ് ഓവർ ഒരു സെഗ്മെന്റ് പോലെ ആയി പോയി. പക്ഷെ 2-3 മാച്ചും 2-3 സെഗ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു, നല്ലതായിട്ടുണ്ടായിരുന്നത്. അതാണ് ഓവറോൾ എൻ്റെ ഒരു ഇത്. പിന്നെ ഫസ്റ്റ് പറയുവാണെങ്കിൽ CM Punkും ഫിൻ ബാലറിന്റെ സെഗ്മെന്റ് ആയിരുന്നു റോയില് ഒരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ പറയാനുള്ളത്. ഒരു എലിമിനേഷൻ ചേംബറിലോട്ടുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ അതെ, അതൊരു നല്ലൊരു ഇത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ആഡൻ പിയേഴ്സ് ഇൻ ബിറ്റ്വീൻ CM Punkനോട് പറയുന്നു, ഇത് റെസ്ൽമേനിയയ്ക്ക് വേണ്ടി നീ ഫിറ്റ് ആയിരിക്കണം, ആക്ച്വലി ഇതിന് നീ ചെയ്യണ്ട എന്നുള്ള രീതിയിൽ ഒരു കഴിഞ്ഞ മാച്ചിന്റെ ഒരു റീമാച്ച് പോലെയുള്ള ഒരു നല്ലതായിരുന്നു. വളരെ നല്ലൊരു സംഗതിയായിട്ടായിരുന്നു ആ റോയില് CM Punkും ഫിൻ ബാലറും ആയിട്ടുള്ള സെഗ്മെന്റ്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ആ സെഗ്മെന്റ് പ്രത്യേകിച്ച് പറയാൻ, ആ സെഗ്മെന്റ് ആയിരുന്നു അത്യാവശ്യം നൈസായിരുന്നു റോയില്. ഇപ്പം CM Punk ഫിൻ ബാലർ എന്നുള്ള ഫ്യൂഡ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ സമയത്ത് റെസൽമേനിയയിലോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫ്യൂഡ് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ. അപ്പം ആഡം പിയേഴ്സ് ആണ് സ്റ്റോറി ലൈനിൽ അതാണ് ചോദിക്കുന്നത്, ഇനിയിപ്പം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്നാവും എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് അതൊരു നല്ലൊരു ഇൻട്രീഗ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇൻ കേസ് ഇനി ഫിൻ ബാലർ ഇനി ഇവനെ തോപ്പിക്കുമോ എന്നുള്ളൊരു, വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചിന്തിക്കാം. കാരണം റോമനും ഫിൻ ബാലറും തമ്മിലൊരു ഹിസ്റ്ററി ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു സെഗ്മെന്റ്. അതുപോലെ തന്നെ ഫിൻ ബാലറിൽ ഇച്ചിരൂടെ ഒരു ഇമോഷണലായിട്ട് ആൾക്കാർക്ക് അറ്റാച്ച് ആകാനും ഇപ്പോൾ ഒരു നല്ലൊരു ഫേസ് ടേൺ വരുമ്പോഴത്തേന് അവനെ ഒന്ന് ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി ഇപ്പോൾ പോകുന്നു. കാരണം അവനെ റോയൽ റംബിളിൽ തഴഞ്ഞു, അവന് റോയൽ റംബിൾ ഇവൻറ്റിൽ അവന് പങ്കെടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ കൂടെ ഇപ്പം ആഡം പിയേഴ്സ് ആണെങ്കിലും പറയുന്നു, നിനക്ക് ഓൾറെഡി ചാൻസ് കിട്ടി, നീ തോറ്റുപോയി, അതുകൊണ്ട് നിനക്ക് ഇനിയും ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ അവനെ തള്ളപ്പെടുത്തുന്നു. അപ്പം അതൊരു ഇമോഷണലായിട്ട് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ഫേസ് ടേൺ ആകുമ്പോഴത്തേനും അത് നല്ലൊരു ഇതാണ്, അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു കാരണമുണ്ടല്ലോ ആൾക്കാർക്ക്. അങ്ങനെ വരുമ്പോൾ നല്ലൊരു സ്റ്റോറിയാണ്. പിന്നെ ബാക്ക് സ്റ്റേജ് പറയുകയാണെങ്കിൽ CM Punkന് ഫിൻ ബാലറുമായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പം ഫിൻ ബാലറിനെ ഈ ഒരു ഇതിൽ സെഗ്മെന്റിൽ ഇട്ടിരിക്കുന്നത്. കാരണം റോമൻ എന്നാണല്ലോ പാർട്ട് ടൈം ഷോ ആയിട്ടേ വരുള്ളൂ. അളിയന് ഇനി വരുന്നത് ഇനിയിപ്പം ഇലമിനേഷൻ ചേമ്പറിൽ വന്നാലായി. അപ്പം അതുകൊണ്ട് ഇവർക്ക് കണ്ടിന്യൂ ചെയ്യണമല്ലോ, പങ്കിനൊരു സ്റ്റോറി വേണം, ഇത് എങ്ങനെ കൊണ്ടുപോകണം, റെസൽമേനിയ വരെ എങ്ങനെയും എത്തിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഫിൻ ബാലറിന് ഒരു ചാൻസ്, ഫിൻ ബാലറിൻ്റെ ക്യാരക്ടർ ഒന്ന് ഡെവലപ്പ് ആകാനും ഒരു ഫേസ് ടേണിലോട്ട് മാറ്റാനും ഇത് നല്ലപോലെ സഹായം ചെയ്യും. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ CM Punkന്റെ കാര്യം പറയുമ്പോഴത്തേന് തന്നെ AJ Leeയുടെ റിട്ടേൺ ഉണ്ടായിരുന്നു. അന്നത് റോയില് AJ Lee റിട്ടേൺ ചെയ്തു. ആക്ച്വലി അതൊരു വീണ്ടും റിട്ടേൺ ചെയ്തു. അത് 3ാമത്തെ റിട്ടേൺ ആണെന്ന് തോന്നുന്നല്ലേ ഈ കൊല്ലത്തെ. ഈ ഒരു സീരീസ് തുടങ്ങിയിട്ടാണ് പുള്ളിക്കാരി 3ാമത്തെ റിട്ടേണാണ്. നല്ലൊരു സെഗ്മെന്റ്. ഐ മീൻ ബെക്കി ലിഞ്ചിന് ബെക്കി ലിഞ്ചിന് ഇപ്പോൾ ഇതുപോലൊരു AJ Lee ഇപ്പോൾ ഒരു ലെജൻഡുമായിട്ട് ഒരു സെഗ്മെന്റ് വെക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ടൈറ്റിൽ പിക്ചറിൽ AJ Lee കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു അവസരമായിട്ട് ഇപ്പം ബെക്കി ലിഞ്ചിൻ്റെ അവർ തമ്മിലുള്ള ഫ്യൂഡ്, അതായത് ബെക്കി ലിഞ്ച് ഇതുവരെ AJ Leeയെ തോപ്പിച്ചിട്ടില്ല. AJ Lee അത് ഒത്തിരി മെൻഷൻ ചെയ്തു, ഞാൻ നിന്നെ റസൽ പെലൂസയിൽ തോപ്പിച്ചു, പിന്നെ അവിടെ തോപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അവളെ മോക്ക് ചെയ്തത്. അത് ഈ ഒരു ഫ്യൂഡിലേക്ക് അത് എത്തിക്കുന്ന, ആ ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പിലേക്ക് അത് എത്തിക്കാൻ ഭാഗത്തിന് അവരാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഒരു നല്ല സെഗ്മെൻറ്റാണ്. വിമൻസിൻ്റെ ഇടയിൽ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റെസ്ൽമേനിയയിലോട്ട് ലീഡ് ചെയ്യുന്നത്. അപ്പം ഇത് നല്ലൊരു രീതിയിൽ അതൊരു പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ റെസ്ൽമേനിയ ലീഡപ്പിൻ്റെ കാര്യം പറയുമ്പോൾ റെസ്ൽമേനിയ കാർഡ് അല്ലെങ്കിൽ റെസ്ൽമേനിയ ടിക്കറ്റ്സ് ഒന്നും അത്ര സെല്ല് ചെയ്യുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഡിസ്കൗണ്ടഡ് പ്രൈസിലൊക്കെ ടിക്കറ്റ് സെല്ല് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിലൊരു പ്രൊമോഷൻ വേണം. അപ്പോൾ ഇനിയിപ്പം അത്യാവശ്യം മെയിൻ ഇവൻറ്റ് ലെവലിലുള്ള ആൾക്കാരെയൊക്കെ വെച്ചൊന്ന് പുഷ് ചെയ്താലേ അത്യാവശ്യം ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള റെസ്ൽമേനിയ ഈ വർഷം കിട്ടുള്ളൂ. അതുകൊണ്ട് അവർ മാക്സിമം ശ്രമിക്കും. ഇത് പിന്നെ ഉണ്ടായിരുന്നത് ഉസോസ് വേഴ്സസ് ആൽഫ അക്കാഡമിയുടെ ഒരു പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വീണ്ടും ഒരു ടൈറ്റിൽ പിക്ചറിലോട്ട് അവർ വന്നപ്പോഴും ആ ഒരു നൈസായിരുന്നു. ആൽഫ അക്കാഡമിയുടെ പെർഫോമൻസ് നൈസായിരുന്നു എന്ന് എനിക്ക് പറയാനുണ്ട്. ജെയ്യുസയും ജിമ്മിയുടെയും ബാക്ക് ടു ടൈറ്റിൽ പിക്ചർ, അവർ ചാമ്പ്യൻസ് ആണ്. എന്നാലും അതൊരു വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയില്ല ആ ഒരു മാച്ച്. പക്ഷെ പറയേണ്ടതായിട്ട് തോന്നി. ഇപ്പം ആക്ച്വലി
എന്താണ് ഈ ടാഗ് ടീം വേൾഡ് ടാഗ് ടീം ടൈറ്റിലും കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അതെ, അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് കഴിഞ്ഞുള്ള സെഗ്മെന്റിൽ ഒരു പ്രോമോയിൽ ജിമ്മി ജെയോട് പറയുന്നുണ്ട് മെയിൻ ഇവന്റ് ജെ ആയിട്ട് ഇനിയും പോകണം, എലിമിനേഷൻ ചേമ്പർ ക്വാളിഫൈ ആയി നീ വേൾഡ് ചാമ്പ്യൻഷിപ്പ് എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇതിന്റെ കൂടെ തന്നെ ഈ ടാഗ് ടീം ടൈറ്റിൽ ഉള്ള കൂടെ തന്നെ ഇതിപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല സത്യത്തിൽ. പക്ഷേ ഇതിപ്പം മെയിൻ ഇവന്റ് ജെയെ അവർക്ക് വിട്ട് കളയാനായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല എത്രയായിട്ടും. അതെ ശരിക്കും പറയാം, പുള്ളിയുടെ ഇൻട്രോ ആണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. ആൾക്കാർക്ക് ആ ഒരു ഇൻട്രോയിൽ പിടിച്ചു നിൽക്കുന്നു. ഇത്രയെന്ന് പറഞ്ഞാൽ ഇൻട്രോ ഒരു ഇത് തന്നെയാണ്. അതുകൊണ്ട് ആ സമയത്തെ അത് ക്യാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും WWE അങ്ങനെ ആ ഒരു യൂസ് ചെയ്യുന്നത്. അങ്ങനെ പറയാം. ഇപ്പം സത്യം പറഞ്ഞ എന്നെ സംബന്ധിച്ചോ എനിക്ക് ഒരു അങ്ങോട്ട് വലിയ താല്പര്യം ഇതുവരെ റെഡി ആയിട്ടില്ല ജെയൂസോടെ ഈ സിംഗിൾ റണ്ണ്. കാരണം അതങ്ങോട്ട് കണക്റ്റ് ആയിട്ടില്ല. അവന് അതിനുള്ള ഇപ്പോൾ ഇൻറിങ്സ് സ്കിൽസ് വെച്ചാണെങ്കിലും ഒരു മെയിൻ ഇവന്റ് സ്റ്റാറിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈലല്ല. അവൻ്റെ സിംഗിൾ മാച്ചസിലാണെങ്കിൽ പോലും കൂടുതലും അവൻ്റെ സ്റ്റൈൽ ടുവേർഡ്സ് ദ ടാഗ് ടീം റെസ്ലിംഗ് സ്റ്റൈലിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അവൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവന് ഈ സിംഗിൾ മാച്ചസ് ഒത്തിരി അങ്ങോട്ട് പ്രൊലോങ് ചെയ്യാൻ പറ്റത്തില്ല. അളിയൻ്റെ മാച്ചസ് എല്ലാം ഒത്തിരി ഷോർട്ടായിരിക്കും, അല്ലെ ഒത്തിരി ഇൻവോൾവ്മെന്റ് വേണം വേറെ ആരുടെയിലും ഒക്കെ. അല്ലാതെ ഒരു സിംഗിൾ സെഗ്മെന്റ് അവന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഇല്ല. അത് അവൻ ഇത്രയും വർഷമായിട്ട് ടാഗ് ടീം ഇതിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അല്ലെങ്കിൽ അവൻ ജനിച്ചപ്പോൾ മുതൽ അവർ രണ്ടുപേരും ടാഗ് ടീം, അല്ലെങ്കിൽ ജനിച്ചപ്പോൾ മുതൽ അവരുടെ ഇൻഡസ്ട്രിയിൽ അവരൊരു ടാഗ് ടീമായിട്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ അത് ഇതുവരെ ഒരു സിംഗിൾ സ്റ്റാർ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാത്തതിൻ്റെ ഒരു ചെറിയ ലാക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത്ര ബിലീവബിൾ അല്ല ജെയൂസോടെ റൺ. എനിക്ക് കഴിഞ്ഞ വർഷത്തെ അവൻ്റെ വേൾഡ് ടൈറ്റിൽ റൺ ഒന്നും ഒത്തിരി അങ്ങോട്ട് സൂചിച്ചില്ല. കാരണം അറിയാം നമുക്കൊരു അണ്ടർഡോഗ് സ്റ്റോറി ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഓക്കെ എന്നേ ഉള്ളൂ. കാരണം അത് കഴിഞ്ഞുള്ള അവൻ ചാമ്പ്യനായിട്ടുള്ള മാച്ചസ് ആണെങ്കിൽ പോലും ഒരു വാക്ക് കൊള്ളത്തിലായിരുന്നു. ഗ്രേറ്റ് ഖാലി പണ്ട് ചാമ്പ്യൻ ആയ പോലത്തെ അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ടാഗ് ടീം മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ടാഗ് ടീം ഇപ്പം അമ്മാർ ഒത്തിരി ആൾ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവന്മാരാണ് ലെജൻഡറി ടാഗ് ടീമാണ്. ഇപ്പം അവന്മാരെ തോപ്പിക്കുന്ന ഒരു ടീമെന്ന് പറയുമ്പോൾ അവർക്ക് വലിയൊരു പുഷാണ് അത്. യൂസോയെ തോപ്പിച്ച ഒരു ചാമ്പ്യൻഷിപ്പ് എടുത്തു എന്നുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വേണമെങ്കിൽ റെസിൽമേനിയയിൽ ഒരു നല്ലൊരു ടാഗ് ടീം റൈവൽറി അല്ലെങ്കിൽ ടാഗ് ടീം റൈവൽറിക്ക് തുടക്കം ഇടാം. ഇവരെ തോപ്പിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. അതെ അത് ശരിയാണ്. പക്ഷേ കണ്ടറിയാം നമുക്ക് ടാഗ് ടീം ഇപ്പം ഒരു എക്സൈറ്റ്മെന്റും ഇല്ല ആക്ച്വലി. ആ ഒരു ചാമ്പ്യൻഷിപ്പ് കൊണ്ട് അവരുടെ എടുത്തു കഴിഞ്ഞിട്ട് ചുമ്മാ എക്സൈറ്റ്മെന്റ് ഇല്ലാത്തൊരു ഡിവിഷനിലോട്ട് നമുക്ക് റോയിലെ വേൾഡ് ടാഗ് ടീം ടൈറ്റിൽ പിക്ചർ ഭയങ്കര ഒരു മടുപ്പാണ്. കാരണം അവർക്ക് തന്നെ അറിയത്തില്ല ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷെ സ്മാക്ക് ഡൗൺ അങ്ങനെ നോക്കുമ്പോൾ ഇച്ചിരി വേ ബെറ്റർ ആണ് ആ കാര്യത്തിൽ. ചാമ്പ്യൻഷിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേനും ഇപ്പം നമുക്ക് ന്യൂലി ക്രൗണ്ട് NXT ചാമ്പ്യൻ ജോ ഹെൻറിയുടെ ഫസ്റ്റ് അപ്പിയറൻസ് ആസ് എ NXT ചാമ്പ്യൻ ആയിരുന്നു ലാസ്റ്റ് വെൻസ്ഡേ NXTയിൽ. അതൊരു അതെ എപ്പോഴും വരുന്ന പോലെ തന്നെ എപ്പോഴും ആദ്യത്തെ ഒരു ചാമ്പ്യൻ വന്നുള്ള ആദ്യത്തെ സെഗ്മെന്റ് എങ്ങനെയാണോ ഒരു ടിപ്പിക്കൽ WWE സ്റ്റൈൽ ഓഫ് സെഗ്മെന്റ് ആയിരുന്നു. വന്ന് അവനെ ഇന്റർഫിയർ ചെയ്യുന്നു, അടുത്ത അവനൊരു ചാലഞ്ച് ഇടുന്നു. അങ്ങനെ അതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെഗ്മെന്റ് ആയിരുന്നു. ജോ ഹെൻറിയെ സംബന്ധിച്ചിടത്തോളം ജോ ഹെൻറി ഒരു എന്നാ പറയുന്നത് ഇപ്പൊ ഒരു NXT ചാമ്പ്യനാന്ന് പറഞ്ഞാൽ അവനൊരു മെയിൻ റോസ്റ്റർ ലെവൽ ആളാണ്. അവനെ സൈൻ ചെയ്തിരിക്കുന്ന പോലും മെയിൻ റോസ്റ്റർ മണിയില്ല. അവൻ NXTയിലാണെന്നേ ഉള്ളൂ. ഇപ്പം അവനെപ്പോഴും മെയിൻ റോസ്റ്ററിൽ എപ്പോൾ വേണമെങ്കിലും വരാനുള്ള കേപ്പബിലിറ്റി ഉള്ളൊരു ആളാണ്. അപ്പം അവനെ ജസ്റ്റ് ഒരു NXT ക്രൗഡിലൂടെ അവന് ചാമ്പ്യനായി ആ ഒരു ഫോർ ദ ടൈം ബീങ് ഒരു NXT ചാമ്പ്യൻ എന്നുള്ള രീതിയിൽ അവനെ നിർത്തി കുറച്ച് എന്നാ പറയുന്നത് മാച്ചും ഫ്യൂഡും ഒക്കെ സെറ്റ് ചെയ്ത് പയ്യെ മെയിൻ റോസ്റ്ററിലോട്ട് കൊണ്ടുവരാനായിരിക്കും പ്ലാൻ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു സെഗ്മെന്റ് ആയിരുന്നു. ഐ മീൻ അവൻ്റെ ടൈറ്റിൽ മാച്ച് ആണെങ്കിൽ പോലും നല്ലായിരുന്നു. ഈ പുതിയ ഇവോൾവ് ചാമ്പ്യനുമായിട്ടുള്ള ഒരു സെഗ്മെന്റ് ഒക്കെ അത്യാവശ്യം നൈസായിരുന്നു. കാരണം രണ്ടുപേരും എസ്പെഷ്യലി ഇവോൾവ് ചാമ്പ്യൻ നല്ലൊരു അത്ലീറ്റ് ആണ്, നല്ലൊരു വർക്കറാണ്. അവനും ജോ ഹെൻറി പറയേണ്ടതില്ല, അവന് അത്യാവശ്യം നല്ല MMA ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഒരു അളിയനാണ്. അപ്പം നല്ലൊരു രീതിയിൽ അത് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു. അതെ, ജാക്സൺ ഡ്രേക്കിന്റെ ഒരു നല്ല പെർഫോമൻസ് തന്നെ നമുക്ക് കാണാൻ പറ്റി. അന്നത്തെ ഒരു നൈസായിരുന്നു. രണ്ടുപേർക്കും അങ്ങനെ എസ്പെഷ്യലി ജാക്സനെ എലിവേറ്റ് ചെയ്യാൻ പറ്റി. ആ ഒരു ഇതിലും നല്ല രീതിയിൽ തന്നെ പോയി. അതുപോലെ തന്നെ തൊട്ടു പുറകെ വാനിറ്റിയും ടാങ്ക് ആൻഡ് ടാങ്കിന്റെയും ഇതുണ്ടായിരുന്നു. വാനിറ്റി
അതെ, വാനിറ്റി ഡിഫീറ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇപ്പം NXT-ല് ഈവൻ TNA-ലാണെങ്കിൽ പോലും നമുക്ക് NXT-ലെ ആരിയാന ഗ്രേസ് നോക്കൗട്ട് ടൈറ്റിൽ എടുത്തിട്ടുണ്ടല്ലോ. ആയി. അതെ അതെ, എന്നെ ആരിയാന ഗ്രേസ് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന സാൻഡിലോ മറേലയുടെ സ്വന്തം മകളാണ് പുള്ളിക്കാരി. ഷി ഹാസ് വോൺ ദ ടൈറ്റിൽ. കഴിഞ്ഞ ദിവസം ഈ വെള്ളിയാഴ്ച രാത്രിയിൽ TNA-യുടെ നോ സറണ്ടർ പേപ്പവ്യൂ ഉണ്ടായിരുന്നു. ആ ഇവൻറ്റിൽ നല്ലൊരു മാച്ചായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ഷോക്കായിരുന്നു. കാരണം ഈയിടയിൽ ഒരു ചാമ്പ്യനെ TNA എന്നുള്ള ഒരു ചാമ്പ്യൻ ആയതായിരുന്നു. അതിൻ്റെ പുറകെ പിന്നെയും WWE തന്നെയുള്ള ഒരാൾ പിന്നെയും ചാമ്പ്യൻ. ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം TNA-ലെ നോക്കൗട്ട്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് WWE-ലുള്ള ഒരാൾ എടുക്കുന്നത്. അതൊരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള സെറ്റപ്പാണ്. അതുപോലെ തന്നെ സാന്റിനോ മറേലയും ആരിയാന ഗ്രേസും തമ്മിലുള്ള ഒരു ഡൈനാമിക്സും ഒക്കെ അതിനകത്ത് ഇൻവോൾവ് ആകുമ്പം ഒരു നല്ലൊരു സ്റ്റോറിയാണ്. ഇപ്പം അവർ അതുപോലെ തന്നെ ഇപ്പം അവരൊരു NXT-ൽ ഒരു ചെറിയൊരു ഫാക്ഷൻ തുടങ്ങാനുള്ള പരിപാടിയാണ്. സാന്റിനോ മറേലയുടെ മോള് ആരിയാന ഗ്രേസ് ഉണ്ട്. പിന്നെ ലെക്സിസ് കിങ് എന്ന് പറയുന്നത് പണ്ടത്തെ റെസ്ലർ ബ്രയൻ പിൽമൻ്റെ മകനാണ്. അതുപോലെ തന്നെ യുറായ കോണേഴ്സ് എന്ന് പറഞ്ഞൊരുത്തനുണ്ട്. അവൻ എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഫിൻലയുടെ മകനാണ്, ഇളയ മകനാണ്. അതുപോലെ തന്നെ ആരിയാന ഗ്രേസിൻ്റെ ഫിയാൻസെ ഉണ്ട്, സ്റ്റാക്സ് ലോറൻസോ. അവൻ ആരിയാന ഗ്രേസിൻ്റെ കൂടെ ആയതുകൊണ്ട് അപ്പോൾ ഇവർ 4 പേരും കൂടെ ഒരു ബർത്ത് റൈറ്റ് എന്ന് പറഞ്ഞൊരു ഫാക്ഷൻ തുടങ്ങും. അതായത് അവർ സെക്കൻഡ് ജനറേഷൻ റെസ്ലേഴ്സാണ്. അവരുടെ ഒരു ഫാക്ഷൻ അവർ പയ്യെ സ്റ്റാർട്ട് ചെയ്യാനുള്ള അതിൻ്റെ ബർത്ത് റൈറ്റ് എന്ന് പറഞ്ഞ് WWE ഇപ്പം ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. മറ്റേ കോപ്പി റൈറ്റിനൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പം പയ്യെ ആ ഫാക്ഷൻ നമുക്ക് എന്നാ പറയുന്നത് TV-യിൽ കാണാൻ പറ്റും ഉടനെ. നമുക്ക് നോക്കാം എത്ര പേരുണ്ട് അതിനകത്ത് ഇൻവോൾവ് ആവുന്നു. പിന്നെ അതുപോലെ തന്നെ ഫിൻലയുടെ മൂത്ത മകൻ ഡേവിഡ് ഫിൻലെ ന്യൂജപ്പാനിലാണ് അവന് വർക്ക് ചെയ്യുന്നത്. പക്ഷേ കോൺട്രാക്ട് കംപ്ലീറ്റ് ആയി ആണല്ലോ. കോൺട്രാക്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവൻ്റെ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അറിയത്തില്ല, ഇൻട്രസ്റ്റ് ഉണ്ട്, WWE-ക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഡേവിഡ് ഫിൻലെ കൊണ്ടുവരാനായിട്ട്. ഒരുപക്ഷെ അവനും ചിലപ്പം ഇതിനകത്ത് ഇൻവോൾവ് ആകുമായിരിക്കും. ഇൻവോൾവ് ആയാൽ നല്ലതാണ്. ഡേവിഡ് ഫിൻലെ നല്ലൊരു വർക്കറാണ്. അതെ 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 അതെ. പിന്നെ അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജെയ്ഡ് കാർഗിലും ജോർഡൻ ഗ്രേസിന്റെയും ആ ഒരു മാച്ച്. ആക്ച്വലി നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഗതി നടന്നു എന്നേ ഉള്ളൂ. ജെയ്ഡ് കാർഗിൽ വിക്ടോറിയസ് ആയി. എന്തിനാണ് ഇട്ടതെന്ന് അറിയില്ല. ജസ്റ്റ് ആ ഒരു ഫ്യൂഡ് ഒരു കണക്കിന് നല്ലതാണ്. ജെയ്ഡിനെ നേരെ തന്നെ ടൈറ്റിൽ പിക്ചറിലോട്ട് കൊണ്ടുവന്നപ്പോഴത്തേന് നല്ലതായിട്ട് തന്നെ തോന്നി. ജോർഡനെ കൊണ്ടുവന്നപ്പോഴത്തേന് നല്ലതായിട്ട് തന്നെ തോന്നി. പക്ഷെ നമുക്കറിയായിരുന്നു, എക്സ്പെക്റ്റഡ് ആയിരുന്നു ജെയ്ഡ് റീറ്റെയിൻ ചെയ്യും എന്നുള്ള കാര്യത്തിൽ എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ അതിനകത്ത് വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മുടെ ഡൊമിനിക് ലീവ് മോർഗന്റെ സൈഡിൽ ഇരുന്ന് ഉള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതെ അതെ അതെ. നമുക്ക് കണ്ടറിയാം ഇപ്പൊ ആരാണ് ചലഞ്ച് ചെയ്യുന്നത് അറിയാൻ പറ്റും. ജെയ്ഡ് കാർഗിലിന്റെ ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കുഴപ്പം, ജെയ്ഡ് കാർഗിലിന്റെ കുഴപ്പമില്ല, ജെയ്ഡ് കാർഗിലിനെ ബുക്ക് ചെയ്യുന്നതിന്റെ കുഴപ്പമാണ്. ഈ 100 ദിവസമായി അവള് ചാമ്പ്യനായിട്ട്. ഇപ്പൊ ആദ്യത്തെ ഡിഫൻസ് ആയതുള്ളൂ. അപ്പം അത് അങ്ങനെ നോക്കുമ്പോൾ അവൾക്ക് ഒരു ഡയറക്ഷൻ ഇല്ല ഇതുവരെ. എങ്ങനെയാണ് അവളുടെ ചാമ്പ്യൻഷിപ്പ്, അല്ലെ അവള് ചാമ്പ്യൻഷിപ്പ് ആരെ ഡിഫെൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരു സത്യത്തിൽ ഒരു തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റും WWE-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ജെയ്ഡ് കാർഗിലിനെ ഇപ്പോഴെ എൻ്റെ അഭിപ്രായമാണ്, ഇപ്പോഴെ ചാമ്പ്യൻ അവള് അത്യാവശ്യം ഒരു പവർ ഹൗസ് ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ അവൾ ഇപ്പോഴും ഗ്രീനാണ്. അവൾക്ക് ഇൻറിംഗ് വർക്കിൽ ഇച്ചിരിയോടെ ഒന്ന് സെറ്റപ്പ് ആകാനുണ്ട്. അതാണ് ഏറ്റവും വലിയ വിഷയം. അവൾക്ക് എല്ലാ രീതിയിലുമുള്ള മാച്ചും സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവ് ഇതുവരെ കേപ്പബിലിറ്റി ഉണ്ടായിട്ടില്ല. ശരിയാണ്. ഒരു മീൻസ് നല്ലൊരു ട്രെയിൻ ആയിരുന്നു. TBS ചാമ്പ്യൻ ആയിരുന്നപ്പം. പക്ഷെ ആ ഒരു സാധനം ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ശരിയാണ്. എന്നാൽ പവർ ഹൗസ് ആണ്, ശരി നീ പറഞ്ഞ പോലെ തന്നെ പവർ ഹൗസ് ആണ്. ആ ഒരു ഇതിൽ തന്നെ നിൽക്കുന്നു. പിന്നെ നമുക്ക് കണ്ടറിയാം ഇപ്പം എന്റെ അഭിപ്രായത്തിലാണെങ്കിൽ അതൊരു ചാമ്പ്യൻഷിപ്പ് ഡ്രോപ്പ് ആവുമായിരിക്കും ഇങ്ങനെ പോയാൽ. റെസൽമേനിയ വരെ പോകുള്ളായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ അവൾക്കൊരു മൗത്ത് പീസും കൂടെ വേണം. കാരണം അവള് പ്രോമോ കട്ട് ചെയ്യുന്നതിലും അത്ര വലിയ സെറ്റപ്പ് ഒന്നുമില്ല.
പുള്ളിക്കാരി എന്നാ പറയുന്നത്, ഈ പ്രോമോ കട്ട് ചെയ്യുമ്പോഴാണ് ജസ്റ്റ് 2-3 വാക്കുള്ള ഒരു പ്രോമോസ് അല്ലേ പുള്ളിക്കാരിക്കുള്ളൂ. അപ്പം ഒരു മൗത്ത് പീസ്, ഒരു പക്ഷേ ആരെങ്കിലും ഒരു നല്ല മൗത്ത് പീസ് ഒരാളെ കൂടെ കൊടുക്കുവാണെങ്കിൽ ഒരു പക്ഷേ ഇച്ചിരി കൂടെ ഒന്ന് ഒരു സെറ്റപ്പും ക്യാരക്ടർ ഡെവലപ്മെന്റും അതിനകത്ത്. ഇപ്പം റോമനെ ശ്രദ്ധിച്ചിട്ടില്ലേ, റോമന് ഒരു മൗത്ത് പീസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് റോമൻ ശരിക്കും അങ്ങ് എലിവേറ്റ് ആയത്. അതുപോലെ ഒരു സെറ്റപ്പിൽ കൊടുത്താൽ മതി. പിന്നെ അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറയാൻ പറ്റാത്ത ഇതായിരുന്നു വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച്. റിയോ റിപ്ലിയും റിയോസ്കായും നൈജേഴ്സും ലാഷ് ജെൻസുമായിട്ടുള്ള ഒരു മാച്ച് നൈസ് ആയിരുന്നു. ഡിസ്ക്വാളിഫിക്കേഷനിലാണ് മാച്ച് ഉണ്ടായത്. നോ കോണ്ടസ്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പം നോ കോണ്ടസ്റ്റ് ആയിരുന്നു മാച്ച്. കൊള്ളാം, മാച്ച് കുഴപ്പമൊന്നുമില്ല. അവർ ഇതാണ് ഇതിനിടയ്ക്ക് ഇവർ തന്നെ സിംഗിൾ ടൈറ്റിൽ പിക്ചറിൽ ഇവർ തന്നെ പങ്കെടുക്കുന്നുണ്ട്, ടാഗ് ടീമും ഉണ്ട്. എല്ലാം ഒരുമാതിരി റഷ്ഡായി പ്രാവശ്യത്തെ റെസൽമേനിയ. എന്നാ ശരിക്കും പറഞ്ഞാൽ ഒരു പിടുത്തവും ഇല്ല. അത്യാവശ്യം എനിക്ക് തോന്നുന്നത് റോമൻ്റെ മെയിൻ ഇവന്റ് പിക്ചർ മാത്രമേ ഇപ്പോഴും ഒന്ന് ഫിഗർ ഔട്ട് ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം ഇപ്പോഴും അവർക്ക് ഫിഗർ ഔട്ട് ആകാത്ത രീതിയിൽ ഗോയിങ് വിത്ത് ദ ഫ്ലോ, അത് തന്നെ ആ രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കാം. ടാഗ് ടീം ടൈറ്റിൽ മിക്കവാറും ഇവരായിരിക്കും. ഇവർ തന്നെ വെച്ചുകൊണ്ട് ലാസ്റ്റ് ലെജൻഡ് നയ ജാക്സ്, അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ട്രിപ്പിൾ ത്രെട്ടോ ഫാറ്റൽ ഫോർ വേ ഒക്കെ ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടാഗ് ടീംസ് ഉണ്ട്. കാരണം 2 ബ്രാൻഡിൽ ഒറ്റ ടൈറ്റിലല്ലേ ഉള്ളൂ. അതുകൊണ്ട് വേണമെങ്കിൽ 2 ബ്രാൻഡിൽ നിന്ന് ഇൻവോൾവ് ചെയ്ത് വേണമെങ്കിൽ ഒരു ഫേറ്റൽ ഫോർ വേ, ഒരു ലാഡർ മാച്ചോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്താലും നൈസാണ്. അതെ, എനിക്ക് തോന്നിയ ഒരു 12 വിമൻ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ആയിരിക്കും. ഇപ്പം റിയോ, പിന്നെ ലാഷ് ലെജൻഡ് നയ ജാക്സിന്റെയും, പിന്നെ ബെയ്ലി, ലൈറ ഉണ്ട്, പിന്നെ അലക്സ ബ്ലിക്സ്, ഷാർലറ്റ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്. ചിലപ്പോ എനിക്ക് തോന്നുന്നു, എന്റെ ഒരു ഗട്ട് പറയുന്നത് ഒരു 6 അല്ലെങ്കിൽ 12 ടാഗ് ടീമോ ആയിരിക്കും. ലാഡർ മാച്ച് പോലെ ആയിരിക്കും. കണ്ടറിയാം. അതും നമുക്ക് അടുത്ത വീക്കിലായിട്ട് നമുക്ക് മനസ്സിലാവും ആ ഒരു ഇതിന്റെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. ടോക്കിംഗ് അബൌട്ട് ദാറ്റ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയേഴ്സ്, നമ്മൾ ഫസ്റ്റ് റോയില് LA നൈറ്റ്, പെൻറ്റ, ഓസ്റ്റിൻ തിയറി അറിയായിരുന്നു ആദ്യത്തെ ക്വാളിഫയർ മാച്ച്. ആദ്യത്തെ അല്ല, രണ്ടാമത്തെ മെൻസ് ക്വാളിഫയർ മാച്ച് ആയിരുന്നു റോയില് ഫസ്റ്റ്. അതിൽ LA നൈറ്റ് ക്വാളിഫൈഡ് ആയി. സന്തോഷം, വളരെയധികം സന്തോഷം. അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. അതെ. അതും ഒത്തിരി എന്നാ പറയുന്നത് ഇന്റർഫിയറൻസും ഭയങ്കര ഇവന്റ്ഫുൾ ആയിരുന്നു ആ മാച്ചും. ഇപ്പം മാർക്സ്മാൻ പിന്നെ വന്നു, ഓസ്റ്റിൻ തിയറി എടുത്തിട്ട് പുതുക്കിയിട്ട് പോയി. അതുകൊണ്ട് LA നൈറ്റ് അത് യൂട്ടിലൈസ് ചെയ്ത് ജയിച്ചു. അതെ, അതൊരു അടിച്ചുപൊളി സാധനമായിരുന്നു, നൈസായിരുന്നു. മാർക്സ്മാൻ ആരാണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാകാൻ പറ്റിയിട്ടില്ല. നമുക്കറിയാം നുസത്തിന്റെ ആളാണോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കുന്നു. പക്ഷെ കണ്ടറിയാം. പിന്നെ എൻ്റെ ഒരു ഘട്ടാണ് അത്. പലരും പറയാറുണ്ട് ഓസ്റ്റിൻ തിയറി സെത്തിന്റെ കൂട്ടത്തിലുള്ള ആളാണോന്നേ, ഇത് കളിക്കുന്നതാണോന്ന്, ഇവന്മാരുടെ കൂടെ നിന്ന്, വിഷന്റെ കൂടെ നിന്ന് ഇപ്പം നിന്നിട്ട് അവസാനം സെത്ത് വരുമ്പം കാലുമാരാനുള്ള പരിപാടിയാണോന്നേ. അതെ, നമുക്ക് ലോഗൻ പോൾ ആണെന്ന് പറഞ്ഞ് നമുക്കൊരു ഇതുണ്ടായിരുന്നു. ലോഗൻ പോൾ അല്ലെന്ന് നമുക്ക് മനസ്സിലായി. കാരണം പുറകെ ചേസ് ചെയ്ത് പുറകെ പോകുന്നു മാസ്മാനെ. എനിവേ, പിന്നെ അടുത്തത് റോയിൽ ഉണ്ടായിരുന്ന വിമൻസിന്റെ ക്വാളിഫയർ റിയ റിപ്ലി, ഐവി നെയിൽ, ലൈറ വാൽക്കിറിയ ആയിരുന്നു. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു എനിക്ക് ആ മാച്ച് തോന്നിയത്. റിയ തന്നെ വിക്ടറീസ് ആയി. അതെ, അങ്ങനെ ഇതായി. അങ്ങനത്തെ ഇതുപോലത്തെ ട്രിപ്പിൾ ത്രെറ്റിന് നമുക്ക് ഏകദേശം പ്രെഡിക്റ്റബിൾ ആണ്. അങ്ങനെ അൺപ്രഡിക്റ്റബിൾ ഒരു സെനാറിയോ വരത്തില്ല. എസ്പെഷ്യലി റിയ റിപ്ലി അവരുടെ എന്നാ പറയുന്നത്, ഈ അവരുടെ ബാക്കി ഒപ്പോണൻസ് എല്ലാ ട്രിപ്പിൾ ത്രെറ്റിലും ഉണ്ടായിരുന്ന ഐവി നൈലും ലൈറയും നമുക്ക് ഏകദേശം അറിയാം. ഇതിപ്പോൾ റിയ റിപ്ലി തന്നെ ജയിക്കാൻ പോവുള്ളൂ. കുഴപ്പമില്ല. റിയ റിപ്ലി ഉടനെ ടൈറ്റിൽ പിക്ചറിലൊന്നും, വേൾഡ് ടൈറ്റിൽ പിക്ചറിൽ ഇപ്പോൾ ഉടനെ തള്ളിക്കയറി വരായിരുന്നു. ഇപ്പം ബാക്കിയുള്ളവർക്കും കൂടെ ഇപ്പം ഒരു ചാൻസ് കിട്ടട്ടെ എന്നുള്ള രീതിയിലായതുകൊണ്ട് അങ്ങനെ അതുകൊണ്ടാണ് ടാഗ് ടീം ഇപ്പം റിയ വെച്ചിരിക്കുന്നത് തന്നെ. കാരണം ടാഗ് ടീം ടൈറ്റിലാകുമ്പം റിലവൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇപ്പം ഇയോയ്ക്കും റിയയ്ക്കും വേറെ ടൈറ്റിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ടാഗ് ടീം ഇച്ചിരി ഒന്ന് എലവേറ്റ് ആകാനും പറ്റും. അങ്ങനെ ഒരു രീതിയിൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ
അവരുടെ ഒരു ടാഗ് ടീം റൺ നൈസാണ്. പക്ഷെ അത് എലിവേറ്റ് ആകണം, അത്രേ ഉള്ളൂ. ഈ WWE വിമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൻ്റെ അല്ലെ ടൈറ്റിലിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമാണ് അത് എലിവേറ്റ് ആകുന്നില്ല. എന്ത് കാര്യം ചെയ്തിട്ടാണെങ്കിലും ഇതുവരെ ആ ടൈറ്റിലിന് ഒരു പ്രസ്റ്റീജ് ഉണ്ടായിട്ടില്ല. പലരും ചാമ്പ്യൻസായി, പക്ഷേ ഇതൊന്നും ഇതുവരെ എലിവേറ്റ് ആയിട്ടില്ല. പിന്നെ വിമൻസിൻ്റെ മാച്ച് പറയുമ്പോഴാണ് നമ്മുടെ ചെൽസി ഗ്രീന് ഇഞ്ചേർഡാണ്. ചെൽസി ഗ്രീനിൻ്റെ അൺഫോർച്ചുനേറ്റ് ഇഞ്ചുറിയാണ്. ഇപ്പം ആ ലാസ്റ്റ് ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് കഴിഞ്ഞപ്പം ഇഞ്ചുറി വന്നു. ഹോപ്പ്ഫുള്ളി പെട്ടെന്ന് തിരിച്ചു വരാൻ പറയട്ടെ, റെസൽമേനിയ മിസ്സാകാതിരിക്കട്ടെ, അതാണ് ഉള്ള ആഗ്രഹം. ഷീസ് എ വണ്ടർഫുൾ വർക്കർ. അപ്പം റെസൽമേനിയ മിസ്സാകുന്നത് നമുക്ക് വലിയൊരു എന്നാ അൺഫോർച്ചുനേറ്റ് ഇവൻ്റാണ്. ഇത്രയും വലിയൊരു മാർക്ക് ഇവൻ്റ് മിസ് ചെയ്യാന്ന് പറയുമ്പം പുള്ളിക്കാരിയുടെ ഇതിലും ഈവൻ ചെൽസി സൈഡിൽ വന്ന് നിന്നാലെങ്കിലും മതി. അതെ, അതന്നെ ഒരു ഇതാണ് ചെൽസിയുടെ കയ്യിൽ സ്ഥാനമുണ്ട്. വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് ചെൽസിക്ക് നല്ലൊരു ഇതുണ്ടോ. അത് സ്മാക്ഡൗണിലാണെങ്കിലും സെഗ്മെന്റ്സിൽ ഉണ്ടായിരുന്നു. വീൽ ചെയറെ വന്ന് ടിഫനി സ്ട്രാറ്റനുമായിട്ട് സെഗ്മെൻ്റൊക്കെ ഉണ്ടായിരുന്നു. അത് നൈസായിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചെൽസി ഇൻവോൾവ് ആയിട്ട് നിൽപ്പുണ്ട്. അത് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. ചെൽസിക്കും അത് ഭയങ്കര ഒരു ഗുണമാണ്. കാരണം ആൾക്കാരുടെ ഇടയിൽ ഇപ്പം ഫിൻബാലറിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ആൾക്കാരുടെ ഇടയിൽ ഒരു ഇമോഷണലായിട്ട് ചെൽസിക്ക് ഓൾറെഡി നല്ല സപ്പോർട്ടാണ്. ചെൽസിയുടെ വർക്ക് എത്തിക്കും എല്ലാം കൊണ്ടും ആൾക്കാർക്ക് നല്ല സപ്പോർട്ടാണ്. അപ്പം ഈ ഒരു ഇഞ്ചുറി ഇതും കൂടെ വരുമ്പോഴത്തേന് ഇഞ്ചുറി തിരിച്ചു വരുന്ന സമയത്ത് ഇച്ചിരി കൂടെ ഒരു സപ്പോർട്ട് ആൾക്കാരുടെ ഇടയിൽ നിന്ന് കിട്ടും. അത് അവർക്ക് ക്യാഷ് ഇൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെൽസി വേൾഡ് ടൈറ്റിൽ പിക്ചറിലോട്ട് പുഷ് ചെയ്യാൻ അത് മതി. അതുപോലെ തന്നെ ഈ ഇഞ്ചുറി പറഞ്ഞപ്പോൾ തന്നെ ബ്രോൺ ബ്രേക്കർ ഇഞ്ചേർഡാണ്. അതൊരു വിയേർഡ് ഇഞ്ചുറി. ഇഞ്ചേർഡ് എന്ന് പറയാൻ പറ്റത്തില്ല, വിയേർഡ് ആയിട്ടുള്ള സെറ്റപ്പ്. ഒരു സർജറി, ചെറിയ പ്രൊസീജിയർ ചെയ്യേണ്ടി വന്നു. ഹെർണിയ, ബ്രോൺ ബ്രേക്കറിന് ഹെർണിയ പോപ്പപ്പായി. അത് കാരണം ഒരു സർജറി. അപ്പം പ്രോബബ്ലി റെസൽമേനിയ മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഹോപ്പ്ഫുള്ളി ബ്രോൺ ബ്രേക്കറും ഒരു ഫ്രീക്കാണ്, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ചിലപ്പം എല്ലാം റെഡി ആയിട്ട് റെസൽമേനിയക്ക് മുമ്പ് വന്നെന്നിരിക്കും. അതെ, ശരിയാണ്. അതും എനിക്ക് തോന്നുന്നില്ല റെസൽമേനിയയിൽ ഇപ്പം വരുമെന്ന് തോന്നുന്നു. എൻ്റെ ഇത് പറയുന്നില്ല, എനിക്ക് തോന്നുന്നില്ല റെസൽമേനിയയിൽ എത്രത്തോളം ഇൻവോൾവ്മെന്റ് കാണും ബ്രോൺ ബ്രേക്കർ ഇങ്ങനെ ആണെങ്കിൽ എന്നുള്ള രീതിയിൽ. പക്ഷെ നമുക്കും അതും കണ്ടറിയാം. അതുപോലെ തന്നെ നമുക്ക് മെയിൻ ഇവന്റ് സ്മാക്ഡൗണിലെ മെയിൻ ഇവന്റ് കോഡി റോഡ്സും ജേക്കബ് ഫാറ്റു സാമി സൈൻ, അത് എനിക്കൊരു ത്രില്ലർ തന്നെയായിട്ട് തോന്നി. മീൻസ് മാച്ച് ഒരു മിഡായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അതിനകത്ത് ഡ്രൂ മാക്കൻഡയറിന്റെ ഇൻവോൾവ്മെന്റ് കാണുമെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് സംഗതി അവർ ചെയ്യാൻ പോകുന്നത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അവർ ഇത് വരുത്തുന്നത്. അത് എനിക്കും അതാണ് ഒരു ഡൗട്ട്. ഇപ്പം ഈ ഒന്നാമത്തെ കാര്യം നമുക്ക് ഓൾറെഡി അറിയാം, CM പങ്കും റോമനുമാണ് മെയിൻ ഇവന്റ് സീൻ. ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് അവിടെ ബുക്ക്ഡാണ്. ഈ WWE ചാമ്പ്യൻഷിപ്പിനുള്ള ചാലഞ്ചറിനെ വേണ്ടിയാണ് എലിമിനേഷൻ ചേമ്പർ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡ്രൂ മക്കിൻഡയർ പിന്നെയും കോഡിയെ മത്സരിപ്പിക്കാനിരിക്കാനായിട്ടായിരിക്കാം കോഡിക്ക് എതിരെ ഓരോന്ന് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് ജേക്കബ് ഫാറ്റ് ഇൻവോൾവ് ആണ്. ഇപ്പോൾ കോഡി ജേക്കബ് ഫാറ്റ് ഒരു ഫ്യൂഡുണ്ട്. ഇതെങ്ങനെ അതിലോട്ടൊന്ന് എൻഡ് ചെയ്യുമെന്ന് നമുക്ക് ആ ഒരു എൻഡ് ഗെയിം എങ്ങനെ ആയിരിക്കുമെന്നൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല അതെ എങ്ങനെയാ ഇത് കൊണ്ടുപോയി എല്ലാം കൂടെ കൂട്ടി കണക്കുന്ന മാച്ച്. ഈ പറഞ്ഞ പോലെ അതിനകത്തൊരു സ്റ്റോറി ഉണ്ട്. കാരണം ജേക്കബ് ഫാറ്റുവിനെ അവിടെ കുറച്ച് കാണിച്ചില്ല, അവനെ പിൻ ചെയ്യേണ്ട വന്നില്ല കോഡിക്ക്. സാമിയെ പിൻ ചെയ്തതിലൂടെ സാമിയുടെ സ്റ്റോറി ആ ഒരു സോപ്പ് സ്റ്റോറി അല്ലെ സ്റ്റാർ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. കാരണം സാമി എന്ത് ചെയ്തിട്ട് സാമിക്ക് ഒരു മെയിൻ ഇവന്റ് ലെവൽ പ്ലെയർ ആകാൻ പറ്റുന്നില്ല, എപ്പോഴും തോൽവി. അങ്ങനെ ഒരു ലെവലിലോട്ട് സാമിയുടെ ക്യാരക്ടറിനെ അവർക്ക് കണക്ട് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അത് എന്നാ പറയുന്നത്, ഭാവിയിൽ സാമിയെ വേൾഡ് ടൈറ്റിൽ പിക്ചറിലോട്ട് കൊണ്ടുവരാനായിട്ട് ഇപ്പം ഈ പണ്ട് മിക് ഫോളിയൊക്കെ ചെയ്തിരുന്ന പോലെ അതേ ഒരു സെറ്റപ്പാണ് സാമി. മിക് ഫോളിക്കൊക്കെ ഉണ്ടായിരുന്ന പോലെ മിക് ഫോളി എന്ത് ചെയ്താലും മിക് ഫോളിക്ക് അവസാനം ഒന്നും കിട്ടുന്നില്ല, ഒന്നും ജയിക്കാൻ പറ്റുന്നില്ല. അവസാനം വന്നിട്ട് അതുപോലൊരു ലെവലിലോട്ട് സാമിയെ കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ അതായിരിക്കും മെയിൻലി അവർ നോക്കുന്നത് ഒരു പക്ഷേ. ആയിരിക്കും എന്താണെങ്കിലും. പക്ഷെ അത് ഞാൻ ബ്രൂ വന്ന് എങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്ന് നമുക്കറിയാം. പക്ഷെ ഇതിനകത്ത് എങ്ങനെയായിരിക്കും അവർ തോന്നുന്നു. ഞാനത് എക്സൈറ്റഡ് ആയിരുന്നു ആക്ച്വലി.
അത് കണ്ടിരിക്കാൻ എനിക്കൊരു ഇത് തോന്നി. അതെ മത്സരമായിരുന്നു. അത് ഒരു നല്ല മെയിൻ ഇവന്റ് തന്നെ ആയിരുന്നു ആക്ച്വലി. മാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനൊക്കെ ആണെങ്കിലും വലിയ ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഇവരെങ്ങനെ കൊണ്ടുപോകും നൈസായിരുന്നു. സംഗതി കൊള്ളാം. അത് ഒരു നമുക്ക് ഒരു ഹോപ്പ് തരുന്നു ആക്ച്വലി എന്താണ് അതെ അതെ മുന്നോട്ട് പോകുന്നത്. അതുപോലെ അപ്പം തന്നെ ഈ ചാമ്പ്യൻഷിപ്പ് തമ്മിലുള്ള ഒരു മത്സരം ഇവിടെയുണ്ട്. കാരണം റോമൻ ഓൾറെഡി പറഞ്ഞു WWE ചാമ്പ്യൻഷിപ്പ് അവൻ ഒരുമാതിരി കുറച്ച് കാണിച്ചപ്പം അതിന് പകരം പ്രോമോ ട്രൂ തിരിച്ചടിച്ചായിരുന്നു. അതുപോലെ തന്നെ കോഡിയും കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ അതിനെക്കുറിച്ചൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു. അവർ തമ്മിലുള്ള ഫ്യൂഡാണ് മെയിൻ എന്നുള്ള രീതിയിൽ റോമനും പങ്കും മെൻഷൻ ചെയ്തപ്പം കോടിയുടെ ഒരു മീമുണ്ട്. കോടിയെ റഹീം റോഡ്സ് എന്ന് അറിയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അത് അവനത് മെൻഷൻ ചെയ്തു. അത് ഭയങ്കര ഒരു അത് മെൻഷൻ ചെയ്തില്ല. വെറുതെ അല്ല എന്റെ മിഡിൽ നെയിം റഹീം നായർ റഹീം എന്ന് എന്നായത് പറയുന്നത്. അത് ഭയങ്കര റിയാക്ഷൻ ആയിരുന്നു. എല്ലാവരും അത് കേട്ട് അത് അതിന്റെ റിയാക്ഷൻസ് വീഡിയോസ് ഒത്തിരി കിടപ്പുണ്ട്. ഇപ്പൊ അതൊരു മീമാണ് സത്യത്തിൽ. യാ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ WWE ചാമ്പ്യൻഷിപ്പ് ആണ് എക്സൈറ്റ്മെന്റ് കൊണ്ടിരുന്നത്. CM Punk റോമൻ ഓഫ് കോഴ്സ് അവർ മെയിൻ ടൈറ്റിൽ പിക്ചർ ആണെന്ന് പറഞ്ഞാലും WWE ചാമ്പ്യൻഷിപ്പാണ് ഇച്ചിരിയുടെ സ്റ്റോറി ലൈനും സ്റ്റോറി വൈസും ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളത്. കാരണം ഇത്രയും ഫ്യൂഡ് ഇൻവോൾവ് ആണ്, ഒത്തിരി പേര് അതിനുവേണ്ടി മത്സരിക്കും എന്നുള്ളൊരു സെറ്റപ്പ് വരുമ്പോൾ ഇച്ചിരിയുടെ എക്സൈറ്റ്മെന്റ് ആണ് അത് കൊണ്ടിരുന്നത്. അതെ അതെ തീർച്ചയായിട്ടും. എന്താണെങ്കിലും നമുക്ക് അടുത്ത വരുന്ന വീക്കുകളിൽ നമുക്കറിയാം. ഇപ്പം ആക്ച്വലി വിമൻസ് റോയൽ റംബിളിൽ നമുക്ക് ഇപ്പൊ 3 പേര് ഓൾറെഡി ക്വാളിഫൈഡ് ആയി. ഇപ്പനി ചേംബർ മാച്ചിനല്ലേ? അതെ അതെ. പിന്നെ റിയ റിപ്ലി, പിന്നെ അലക്സ ബ്ലക്സ് 3 പേരും ആക്ച്വലി ക്വാളിഫൈഡ് ആയി. അപ്പൊ നമ്മൾ അതും അറിയാൻ മറന്നുപോയി. അലക്സ ബ്ലക്സും ക്വാളിഫൈഡ് ആയ കാര്യം സ്മാക്ക് ഡൗണില് ആ ഒരു മാച്ച് ഉണ്ടായിരുന്നു. അതെ അതെ. സെലീന വേഗ ഒക്കെ ആയിട്ട് അലക്സ ബ്ലിസ് ക്വാളിഫൈഡ് ആയി. അപ്പം അങ്ങനെ ഇനി ബാക്കി 3 പേര് ആരൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് അടുത്ത 2 ആഴ്ചകളിലൂടെ നമുക്ക് മനസ്സിലാകും. ഫെബ്രുവരി 28-ന് അത് കഴിഞ്ഞിട്ട് അത് നമുക്കറിയാം. കണ്ടുപോകാം എങ്ങനെയാണ് റെസ്ൽമേനിയ അവർ ബുക്ക് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ കണ്ടറിയാൻ പറ്റും. അതുപോലെ 3 പേര് 3 മെൻസ് ക്വാളിഫയർ. അതെ, കോഡി, റാൻഡി, LA നൈറ്റ്. അപ്പോൾ അടുത്ത ആഴ്ചത്തെ റെസ്ലിംഗ് ഇവന്റ്സും അനാലിസിസുമായി വീണ്ടും കാണാം. Thanks for watching the Pro Wrestling Analyst.